എല്ലാവർക്കും നമസ്കാരം. ദിശ അക്കാഡമിയുടെ SSC GD ക്ലാസ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റീസണിങ്ങിലെ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് SSC GD എക്സാമിൻ്റെ ലാസ്റ്റ് വർഷം ചോദിച്ചിട്ടുള്ള ഒരു 3 ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ GD എക്സാമിനെന്ന്. ഏകദേശം 3 ക്വസ്റ്റ്യൻസ് വരെ മസ്റ്റായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് സീരീസ് എന്ന് പറയുന്നത്. അത് നമ്പർ സീരീസും ആൽഫബറ്റ് സീരീസും കൂടെ ചേർത്ത് 3 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നുണ്ട്. ചില ക്വസ്റ്റ്യനകത്ത് 4 എണ്ണം വരെ ചോദിച്ച് കാണുന്നുണ്ട്. അതായത് മൊത്തം നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് റീസണിങ്ങിൽ നിന്നുള്ളത്? 20 ക്വസ്റ്റ്യൻസ്. ശരിയാണോ? അതിൽ 3 ക്വസ്റ്റ്യൻസ് വരെ ഏത് ഏരിയയിൽ നിന്ന് ചോദിക്കുന്നു? സീരീസിൽ നിന്ന് ചോദിക്കുന്നു. ശ്രദ്ധിക്കുക, ചിലപ്പോൾ 4 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചാൽ പിന്നെ 16 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഏരിയയിൽ നിന്ന്. സോ അത്രയും പ്രാധാന്യമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യനുകളിലേക്ക് കടക്കാം. ഞാൻ പ്രോപ്പറായിട്ട് ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത് ഓരോ ഷിഫ്റ്റുകളിലെയും അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നിങ്ങൾ നോക്കണമെന്നില്ല, ക്വസ്റ്റ്യൻസ് മാത്രം ശ്രദ്ധിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് 3 ഷിഫ്റ്റുകളിലെ ആദ്യം നടന്ന 3 ഷിഫ്റ്റുകളിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സീരീസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ്സും കാര്യങ്ങളും എല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും സ്റ്റാർട്ടായിട്ടുണ്ട്. ഓഫ്ലൈനിൽ വന്ന് കുറേ പേര് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേര് ഈ ഓൺലൈൻ ക്ലാസ്സും യൂട്യൂബ് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ചോദിക്കുന്നുണ്ട്. മക്കളെ, യൂട്യൂബ് ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫാക്കൽറ്റീസിനെ പ്രൊവൈഡ് ചെയ്ത് ലൈവ് ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പിലൂടെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് പേർക്ക് ഓഫ്ലൈൻ വന്ന് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് അതേ ഇഫക്റ്റിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൺലൈനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അധ്യാപകരെ വെച്ച് എടുത്തു കൊടുക്കുകയാണ്. പറഞ്ഞ് മനസ്സിലായോ? പഴയ ക്ലാസ്സുകളൊന്നും അല്ല, എല്ലാ ദിവസവും വരുന്ന ലൈവ് ക്ലാസ്സുകൾ. ലൈവ് അറ്റൻഡ് ചെയ്താൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡർ വേർഷൻ ആപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ക്ലാസ്സുകൾ എന്ത് ചെയ്യാണ്? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിലർക്ക് ഓഫ്ലൈൻ വന്ന് പഠിക്കണമെന്ന് നല്ല താല്പര്യമുള്ളവരുണ്ട്. അവർക്ക് അത് ഡിസ്റ്റൻസ് ഒക്കെ കാരണം പറ്റാത്തവരുണ്ടെങ്കിൽ, ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നു. ഈ യൂട്യൂബ് ക്ലാസ്സുകൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ തീരെ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 വർഷവും 2021ഉം 2022ഉം എല്ലാം നമ്മൾ GDയുടെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 100ഓളം ക്ലാസ്സുകൾ നമ്മുടെ GDയുടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വർഷവും നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. എന്നാൽ കൂടുതലായിട്ട് പഠിക്കണം, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം, മെന്റൽ സപ്പോർട്ട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണ് ഓൺലൈൻ ക്ലാസ്സുകൾ ഇഫക്റ്റീവായിട്ട് വരുന്നത്. അത്തരം ആൾക്കാർ കൃത്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്ത് പഠിക്കും. വളരെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധ്യാപകരെ ഇട്ട് പഠിപ്പിക്കുകയാണ് കേട്ടോ. അവർക്ക് സാലറി നമ്മൾ പേ ചെയ്ത് അവരെ കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് ക്ലാസ്സുകൾ തരികയാണ്. അപ്പോൾ അതിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമേ അക്കാഡമി അതിന് ഈടാക്കുന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക്, അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ചാൻസേ ഉള്ളൂ എന്ന് തോന്നുന്നവർക്ക് മസ്റ്റായിട്ടും ആ ഓൺലൈൻ സർവീസിലൂടെ പഠിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ വന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ സീരീസിന്റെ ഈ ക്വസ്റ്റ്യനിലേക്ക് ഞാനൊന്ന് കടക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ? നമ്പർ സീരീസ് ആണ്. കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്താണ് നമ്മുടെ സീരീസ്. 33 എന്ന് പറയുന്ന ഒരു നമ്പർ, 47 എന്ന് പറയുന്ന ഒരു നമ്പർ, 44 എന്ന് പറയുന്ന ഒരു നമ്പർ, 58 എന്ന് പറയുന്ന ഒരു നമ്പർ, 56 എന്ന് പറയുന്ന ഒരു നമ്പർ, 70 എന്ന് പറയുന്ന ഒരു നമ്പർ, 69. ദെൻ അടുത്ത ആരാണ്? സംഖ്യകൾ നോക്കുമ്പോൾ ഒരുപാട് വലിയ സംഖ്യകളൊന്നും അല്ല. ആണോടാ? ഒരുപാട് വലിയ സംഖ്യകളാണോ? അല്ല. അപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞൊരു സീരീസ് കണ്ടാൽ നമുക്ക് ഡിഫറൻസ് നോക്കാൻ പറ്റുന്നതാണെങ്കിൽ ഡിഫറൻസ് നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കുക. ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13ഉം 10ഉം 43 പ്ലസ് 4 47. അപ്പൊ എന്താണ്? 14 ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ്? പ്ലസ് 14 കൂടി. 47 44 എന്ന് പറഞ്ഞപ്പോ എന്താണ്? 47 നിന്ന് 3 കുറഞ്ഞു. ശരിയാണോ? 44ഉം 58ഉം, 44ന്റെ കൂടെ 10 കൂടെ കൂട്ടിയപ്പം 54 പ്ലസ് 4 കൂടെ കൂട്ടിയപ്പോൾ എത്രയാണ്? 58. സോ 14 ഡിഫറൻസ് വന്നിരിക്കുന്നത്. എന്ത് ചെയ്തിരിക്കുന്നു? 2 കുറഞ്ഞിരിക്കുന്നു. കറക്റ്റ് ആണോ? 2 കുറഞ്ഞിരിക്കുന്നത്, 3 അല്ല. 58ൽ നിന്ന് 56ലേക്ക് 2 കുറഞ്ഞിരിക്കുന്നു. 56ഉം 70ഉം തർക്കമൊന്നുമില്ല. 66ഉം 4ഉം എത്രയാണ്? 70. സോ 14 കൂടിയിരിക്കുന്നു. 70ൽ നിന്ന് 69 എന്ന് പറഞ്ഞാൽ 1 കുറഞ്ഞിരിക്കുന്നു. ഈ പാറ്റേണിലാണ് ഇത് പോകുന്നതെങ്കിൽ അടുത്ത എന്താണ്? 14 കൂടണം. ഓക്കെ, 69ന്റെ ഒപ്പം 14 ഞാൻ കൂട്ടുന്നു. 9 6ഉം 9 4ഉം
13 ഒന്ന് ഇവിടെ വന്നു. എത്രയാണ്? 83 ഈസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ചെയ്തു വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ ഒരു സീരീസ് കണ്ടു, ഡിഫറൻസ് നോക്കി, വളരെ രസകരമായ ഒരു ഡിഫറൻസ് ആയിരുന്നു. ആ ഡിഫറൻസ് കണ്ടെത്താൻ സാധിക്കുന്നവർക്ക് കൃത്യമായിട്ടും നമ്മുടെ 2 മാർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ 2022 ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഡിഫറൻസിൽ നിന്ന് തന്നെ ലോജിക്ക് പിടിക്കാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നോക്കൂ, ഇത് സംഖ്യ ഒരല്പം വലിയ സംഖ്യയിലേക്ക് പോകുന്നുണ്ട്. എന്താണ്? 1 6 31 156 ഡാഷ് 3906. ഞാൻ ക്ലാസ്സിൽ ഒരു പണി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, സംഖ്യകൾ ഇങ്ങനെ കയറി പോവുകയാണെങ്കിൽ അവിടെ എന്തൊരു സാധ്യതയുണ്ട്? എന്താണ് സാധ്യത? ഒരു മൾട്ടിപ്ലിക്കേഷൻ പാറ്റേണിന്റെ സാധ്യത അവിടെ വരുന്നുണ്ട്. എന്താണ്? സംഖ്യകൾ വലിയ വലിയ സംഖ്യകളിലേക്കാണ് കയറി പോകുന്നതെങ്കിൽ. അപ്പൊ ഇവിടെ ഡിഫറൻസിനേക്കാൾ ഉപരി എന്തിനായിരിക്കും പ്രാധാന്യം വരിക? നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ ഏതെങ്കിലും പാറ്റേൺ ആണ് സാധ്യത കൂടുതൽ. 1 6 31 ആദ്യത്തെ സംഖ്യകളിൽ നിന്ന് എന്തെങ്കിലും ലോജിക്ക് പിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ കുട്ടികൾ എല്ലാവരും നോക്കുക. 1 6 എത്രയാണ് കൂടിയിരിക്കുന്നത്? 1ന്റെ ഒപ്പം 5 കൂടി അല്ലേ? അപ്പോൾ എന്താണ്? 6 6 5 30. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 1 × 5 എത്ര? 5 പ്ലസ് 1 ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. 6 × 5 എത്ര? 30. 1 കൂടിയപ്പോൾ എത്രയായി? 31 കിട്ടി. 31 × 5 എത്ര കിട്ടും? 1 5 5 155 പ്ലസ് 1 156. സോ ഡെഫിനറ്റ്ലി 156 × 5. 6 5 30, 5 25, 8 5 780 പ്ലസ് 1 781 നമ്മുടെ ഉത്തരം വരുന്നത്. അങ്ങനെ ആൻസർ ഉണ്ടോ? 781 ഉണ്ട്. ഓപ്ഷൻ ബിയിൽ അങ്ങനെ ഒരു ഉത്തരം ക്ലിയർ ആയിട്ട് ഉണ്ട്. 781 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണേ? അപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ ലോജിക്ക്? ഞാൻ പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു സാധ്യത ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? വലിയ സംഖ്യകളിലേക്ക് പോയി. 3906 എന്നുള്ള സംഖ്യ കണ്ടു. നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന സംഖ്യകളും വലിയ സംഖ്യകളാണ്. അപ്പൊ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ലോജിക്ക്, ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പവർ എന്നൊരു സാധനം അവിടെ വരാതെ ഇത്രയും വലിയ സംഖ്യകളിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അവിടെ നിന്നാണ് നമ്മൾ എന്ത് പിടിച്ചത്? മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള കണ്ടീഷൻ ചിന്തിച്ചത്. വീണ്ടും നമുക്ക് ലഭിക്കുകയാണ് എത്ര മാർക്ക്? 2 മാർക്ക്. കൃത്യമായി ചെയ്താൽ 2 മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് പോകുന്നു. EZF GXH KTL QNR. അപ്പൊ എന്താണ്? ഇയിൽ നിന്ന് ജിയിലേക്കുള്ള വ്യത്യാസം നോക്കും മക്കളെ. എത്രന്റെ വ്യത്യാസമാണ്? ഇയിൽ നിന്ന് ജിയിലോട്ട് 2ന്റെ വ്യത്യാസം. ജിയിൽ നിന്ന് കെയിലോട്ട് എന്താണ് വ്യത്യാസം? 1 2 3 4ന്റെ വ്യത്യാസം. കെയിൽ നിന്ന് ക്യൂവിലേക്ക് 1 2 3 4 5 6ന്റെ വ്യത്യാസം. അപ്പൊ ഇങ്ങനെ പോയാൽ അടുത്ത് എത്രന്റെ വ്യത്യാസം വരണം? 8ന്റെ വ്യത്യാസം വലിയ വരണ്ടേ? ക്യൂവിൽ നിന്ന് 8ന്റെ വ്യത്യാസം 1 2 3 4 5 6 7 8. വൈയിൽ തുടങ്ങുന്ന ആൻസർ ഇവിടെ ഉണ്ടോ നോക്കുക. ഇതാ ഉണ്ട്, 2 എണ്ണം. ഇനി ഇത് 2 എണ്ണം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അടുത്തത് നോക്കാം. ഇസഡിൽ നിന്ന് എക്സ് എന്ന് വെച്ചാൽ -2. എക്സിൽ നിന്ന് ടി എന്താണ്? 1 2 3 4 -4. ടിയിൽ നിന്ന് n 1 2 3 4 5 6 -6. സോ ഡെഫിനറ്റ്ലി എന്നിൽ നിന്ന് -8 പിടിച്ചു. എന്നിൽ നിന്ന് -8. 1 2 3 4 5 6 7 8 എഫ് ആണ് വരുന്നത്. വൈ എഫിൽ തുടങ്ങുന്ന ആൻസർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് റോങ് ആൻസർ ആണ്. സോ അപ്പം ഞാൻ ആ സീരീസ് എഴുതിയത് നിങ്ങൾ നോക്കൂ. ഇങ്ങനെ ഒരു സീരീസിൽ എഴുതിയിട്ട് കൃത്യമായിട്ട് നോക്കിയപ്പോൾ എനിക്ക് എന്ത് കറക്റ്റായി? ഇപ്പം ലാസ്റ്റത്തെ നോക്കണമെന്നില്ല. ആദ്യത്തെ 2 എണ്ണം നോക്കിയപ്പോൾ തന്നെ ആദ്യത്തെ ലെറ്ററുകളുടെ പാറ്റേൺ നോക്കി. അപ്പോൾ എനിക്ക് ആദ്യം വരുന്ന ആൾ വൈ ആണെന്ന് പിടിക്കാൻ പറ്റി. രണ്ടാമത്തത് നോക്കി വന്നപ്പോൾ തന്നെ എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കി? എഫ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സോ ഇത് ക്ലിയർ ആയിട്ട് പിടിക്കാൻ സാധിക്കുന്നവർക്ക് വീണ്ടും ലഭിക്കുന്നു 2 മാർക്ക്. 2 മാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ആൽഫബറ്റ് സീരീസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താണ് 26 ലെറ്റേഴ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ.
നമ്പർ സീരീസ് വരുമ്പോൾ എന്താ, ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്, ഏത് നമ്പർ വേണമെങ്കിലും എടുത്ത് ഏത് ലോജിക്ക് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ബട്ട് ആൽഫബറ്റ് സീരീസിൽ 26 ആൽഫബറ്റ്സ് അല്ലേ ഉള്ളൂ, അവർ വെച്ചുകൊണ്ടുള്ള മാക്സിമം പണികളെ അവിടെ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എളുപ്പം എന്താണ്, ആൽഫബറ്റ് സീരീസ് ആണ്. എനിക്ക് അവിടെയും പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാക്സിമം ക്വസ്റ്റ്യൻസ് മക്കളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. യൂട്യൂബ് കാണുന്നവരോട് എനിക്ക് എടുത്തു പറയാനുള്ളത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം നമ്മൾ ഇപ്പോൾ ഓൺലൈനോ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ടോപ്പിക്ക് പഠിപ്പിക്കും, പിന്നീട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ധാരാളം റിവൈസ് ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ കൃത്യമായിട്ട് ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ അക്കാഡമി ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റാത്തവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ചെയ്ത് പഠിച്ചില്ല എങ്കിൽ നമുക്ക് സ്പീഡ് കിട്ടത്തില്ല, ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരു നമ്പർ സീരീസ് ആട്ടോ. എന്താണ്, DBA കേട്ടോ, DBA. ഞാൻ അതിനെ ഇങ്ങനെ എഴുതുക, JHG PNM, കാരണം ഈ ആദ്യത്തെ ലെറ്ററുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഇവനാ എളുപ്പം. കണ്ട, DJP, ഡിയിൽ നിന്ന് ജെയിലോട്ട് 1 2 3 4 5 6, ജെയിൽ നിന്ന് പിയിലോട്ട് 1 2 3 4 5 6. അപ്പോൾ പിയിൽ നിന്നും 6 തന്നെ ആയിരിക്കും. പിയിൽ നിന്ന് 6 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6. വിയിൽ തുടങ്ങണം. വിയിൽ തുടങ്ങുന്ന ആരൊക്കെ ഉണ്ട്, ഇതുണ്ട്, 3 ചാൻസ് ഉണ്ട്, ഇതില്ല. ഇനി അടുത്തത് നോക്കാം, ബിയിൽ നിന്ന് എച്ച്. ബിയിൽ നിന്ന് എച്ച് 1 2 3 4 5 6, എഗെയിൻ 6. എച്ചിൽ നിന്ന് എൻ 1 2 3 4 5 6, എഗെയിൻ 6. സോ എന്നിൽ നിന്ന് 6 1 2 3 4 5 6. ടി ആണ്, ടി ബാക്കി 3 ടി തന്നെയാണ് വരുന്നത്. സോ അപ്പോൾ ഇതുകൂടെ നോക്കേണ്ടി വരും. എയിൽ നിന്ന് ജി 1 2 3 4 5 6, അപ്പോൾ എല്ലാം 6 തന്നെയാണ് മോസ്റ്റ് പ്രോബബിളി ചാൻസ്. എമ്മിൽ നിന്ന് 6 1 2 3 4 5 6. എസ് വരുന്ന VTS ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, ബാക്കി രണ്ടും റോങ് ആൻസർ. സോ സിമ്പിളായിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, സോ ദാ 7 17 -137. മക്കളെ, ഇത് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കണം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് സ്വന്തമായിട്ട് പൗസ് ചെയ്ത് വെച്ച് ഒന്ന് ശ്രമിക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ലതായിരുന്നു. ഓക്കെ, ഇവിടെയും വലിയ സംഖ്യകളിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു ചാൻസ് ആയി നമ്മൾ ഡിഫറൻസ് നോക്കിക്കൊണ്ട് പിന്നെ ഇരിക്കേണ്ട. വലിയ സംഖ്യകളാണെങ്കിൽ അപ്പോൾ ചാൻസ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താണ്, എനിക്ക് 17നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന 7 × 3 3 21 -3 17 വരും. 17 × 3 3 21 51 -3 എത്ര വരും? 51 21 -4 കേട്ടോ. 21 -4 വന്നപ്പോഴാണ് 3 21 21 -4 17. അപ്പം 4 അടിച്ചാൽ മതി. 81 - 4 ഇപ്പോൾ 47. 40 × 3 -4 ചെയ്യുമ്പം 47. അടുത്ത് നമുക്ക് 47 കൂടെ ഒന്ന് കൺഫേം ചെയ്ത് നോക്കാം. 47 × 3 3 21 4 4 12 12 14 141 -4 137. അപ്പോൾ കറക്റ്റാണ്. × 3 -4. സോ ദ ലോജിക് ഈസ് × 3 -4 × 3 -4. അപ്പോൾ എന്താണ് ഉത്തരം? 47 ഈസ് ദ റൈറ്റ് ആൻസർ. ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് നമുക്ക് ചിന്തിക്കാനുണ്ടായ ഒരേ ഒരു കാരണം ഈ വലിയ സംഖ്യകളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ സ്ഥിരമായി പറയാറുള്ളൊരു കാര്യമാണ്. എന്താണ്, നിങ്ങൾ നമ്പർ സീരീസിൻ്റെ എൻ്റെ ക്ലാസ്സുകൾ എടുത്ത് നോക്കിയറിയാം, മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ വലിയ വലിയ സംഖ്യകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഡിഫറൻസ് നോക്കി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. മോസ്റ്റ് പ്രോബബിളി എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ വരാനാണ് ചാൻസ്. എന്നാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഞാനത് പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, സംഖ്യകൾ ചെറിയ സംഖ്യകളിൽ തന്നെ കിടക്കുന്നത് 213 216 225 240 261 ഡാഷ്. എടാ 13ഉം 16ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയുടെ വ്യത്യാസം? 3 കൂടിയപ്പോൾ ഒന്നല്ല. 16ൻ്റെ കൂടെ എത്ര കൂടിയപ്പം? 16 9 കൂടെ കൂടിയപ്പോൾ 25 വന്നില്ലേ? 25ൻ്റെ കൂടെ 15 കൂടിയപ്പോൾ 40 വന്നില്ലേ? 40ൻ്റെ ഒപ്പം 21 കൂടിയപ്പോൾ വന്നില്ലേ? അപ്പോൾ എന്താണ് വ്യത്യാസം? കോമൺ ആയിട്ട് 3ഉം 9ഉം തമ്മിൽ 6ൻ്റെ വ്യത്യാസം, 9ഉം 15ഉം തമ്മിൽ 6ൻ്റെ വ്യത്യാസം, 15ഉം 21 തമ്മിൽ 6ൻ്റെ വ്യത്യാസം. അപ്പോൾ ഇവിടെ 6ൻ്റെ വ്യത്യാസം 21 6 27 261 + 27 8 8 2 എത്ര? 288.
288 ഈസ് ദ റൈറ്റ് ആൻസർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ്? ഡിഫറൻസ് പിടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡിഫറൻസ് ചെയ്യാൻ പിടിക്കാനുള്ള കാര്യം എന്താ? ചുമ്മാ അങ്ങ് ഡിഫറൻസ് പിടിച്ചാണോ? സംഖ്യകൾ തമ്മിൽ നോക്കിയപ്പം നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഡിഫറൻസ് ഉള്ള സംഖ്യകളാണ്. അപ്പം അങ്ങനെ നോക്കിയതുകൊണ്ടാണ് ഈ ഡിഫറൻസ് പെട്ടെന്ന് കത്താനായിട്ടുണ്ടായ ലോജിക്ക്. അപ്പം ഞാനതൊക്കെയാണ് നിങ്ങളെ ഓർമ്മപ്പെടുന്നത്. ഇതൊക്കെ ഒരു ടെക്നിക്കാണ്. നമ്പർ സീരീസ് ഇച്ചിരി ബുദ്ധി ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കുക. മക്കളെ, നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണേ. അക്കാര്യം മസ്റ്റായിട്ടും എല്ലാവരും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലും വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അക്കാഡമിയുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ രേഖപ്പെടുത്തണം. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ അക്കാഡമിയിൽ ക്ലാസ് എടുക്കുന്ന ഓരോ അധ്യാപകരുടെയും എന്തെന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ കാണുന്നു, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും നല്ല വീഡിയോസുമായും ക്വസ്റ്റ്യൻസുമായും ഒക്കെ എത്താനായിട്ട് സാധിക്കും. അക്കാഡമി വളരെയധികം ടൈം കണ്ടെത്തിയാണ് യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാനായിട്ട് എത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്താനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? AJRZ DMTC അടുത്ത് എന്താണെന്നാണ് കേട്ടോ. അപ്പോൾ JSXI MVZL. എയിൽ നിന്ന് ഡി. മക്കളെ, എയിൽ നിന്ന് ഡി എന്ന് പറയുമ്പോൾ 1 2 3 3അല്ലേടാ. ജെയിൽ നിന്ന് എം. ജെയിൽ നിന്ന് എം എന്ന് പറയുമ്പോൾ 1 2 3 അല്ലേടാ, 3 ആണ്. ഇവിടെ പിടിച്ചല്ലോ. ജെയിൽ നിന്ന് എം, അവിടുത്തെ അതേ സംഭവം തന്നെ 3. ഓക്കെ. ആറിൽ നിന്ന് ടി. ആറിൽ നിന്ന് ടി എന്ന് പറയുമ്പോൾ എന്താണ്? ആറിൽ നിന്ന് ടി 1 2 2ആണല്ലോ. ആറിൽ നിന്ന് ടി 2 ആണ്. ഇസഡിൽ നിന്ന് സി. ഇസഡിൽ നിന്ന് 1 2 3. അപ്പം 3 2 3. എക്സിൽ നിന്ന് ഇസഡ് ആണല്ലോ വന്നേക്കുന്നത്. ഓക്കെ 2. എസിൽ നിന്ന് വി. എസിൽ നിന്ന് വി എന്ന് പറഞ്ഞാൽ 1 2 3. ഓക്കെ, എന്താണ്? ഐയിൽ നിന്ന് എൽ 3. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് 3 വരണം, ഇവിടെ 3ന്റെ ഡിഫറൻസ് വരണം, ഇവിടെ 2ന്റെ ഡിഫറൻസ് വരണം, ഇവിടെ 3ന്റെ ഡിഫറൻസ് വരണം. ഡിയിൽ നിന്ന് 3 1 2 3. ജിയിൽ തുടങ്ങുന്ന 2 എണ്ണം ഉണ്ട്, ഇത് 2 എണ്ണം ഉണ്ട്. ഓക്കെ, അടുത്ത ഒരെണ്ണം കൂടെ നോക്കാം. എമ്മിൽ നിന്ന് 3 1 2 3 പി. ജി പിയിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടാവും? ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയിട്ട് നമുക്ക് പിടിക്കാൻ സാധിച്ചു. വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുകയാണ് 2 മാർക്ക്. കൃത്യമായിട്ട് ചെയ്തു പോയാൽ മക്കളെ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് പരീക്ഷയ്ക്ക് വരും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 20 മാർക്കും റീസണിങ്ങിൽ നിന്ന് നമ്മൾ നേടിത്തരും. 20 മാർക്കും അല്ല, സോറി 20 ക്വസ്റ്റ്യൻസും 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എത്ര മാർക്കാ? 40 മാർക്ക് കിട്ടും. 40 മാർക്കും കിട്ടും, യാതൊരു തർക്കവുമില്ല. കാരണം ആ 40 കിട്ടിയാലുള്ള ഗുണം എന്താണ്? പിന്നൊരു 10 ക്വസ്റ്റ്യൻ ഇവിടെ മൊത്തത്തിൽ കറക്റ്റ് ചെയ്താൽ പോലും നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? ഇത് നമുക്ക് ഈ ആൽഫബറ്റ് സീരീസ് കാണുമ്പോൾ ആക്ച്വലി ഒരു സന്തോഷമാണ്. കാര്യം വലിയ പണിയില്ലാതെ നമുക്ക് ആ മാർക്കിങ് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആ സന്തോഷത്തിന് കാരണം, അല്ലാതെ വേറൊന്നുമല്ല. ഓക്കെ, എല്ലിൽ നിന്ന് എൻ, എന്നിൽ നിന്ന് പി. എല്ലിൽ നിന്ന് എൻ എന്ന് പറയുമ്പോൾ എന്നാ മക്കളെ? എല്ലിൽ നിന്ന് എൻ 1 2. പിയിൽ നിന്ന് എൻ എന്ന് പറയുമ്പോൾ എന്തോ മക്കളെ? -2. കെയിൽ നിന്ന് എം, കെയിൽ നിന്ന് എം 2. ടിയിൽ നിന്ന് 6 -2. മക്കളെ, എന്നിൽ നിന്ന് പി എന്താ മക്കളെ? 2. എന്നിൽ നിന്ന് എൽ എന്ന് പറയുമ്പോൾ എന്തോ മക്കളെ? എന്നിൽ നിന്ന് എൽ എന്ന് പറയുമ്പോൾ -2. എമ്മിൽ നിന്ന് ഓ 2. ഇപ്പൊ സംഭവം നമ്മൾ പിടിച്ചു. എന്താണ്? ഇങ്ങനെയാണ് 2 -2 2 -2 2 -2 +2 -2. പിയിൽ നിന്ന് +2 6 6ൽ തുടങ്ങുന്ന 2 എണ്ണം. ഓപ്ഷൻ പെട്ടെന്ന് കട്ട് ചെയ്ത് പോയാൽ മതി. അടുത്ത എന്താ? എല്ലിൽ നിന്ന് -2 ജെ. ജെയിൽ തുടങ്ങുന്ന ഉത്തരം. സോ ഓപ്ഷൻ ബി ഈസ് റൈറ്റ്. അങ്ങനെ നമ്മൾ എല്ലാം നോക്കേണ്ട ആവശ്യമില്ലടാ. നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ മാത്രം മതി. ക്ലിയർ ആണേ? സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? എന്താണ്? 3 21 147-7203. മക്കളെ, എന്നെ കാണുന്ന എല്ലാവർക്കും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ആലോചിക്കരുത്. ചറപറാന്ന് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ്? 7203 എന്നുള്ള സംഖ്യയുണ്ട്. ഓപ്ഷൻ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം വലിയ സംഖ്യയാണ്, വിച്ച് മീൻസ് ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ ചാൻസ്
3 21 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആളാണ് ഇൻറ്റു 7 ആണ്. 21 ഇൻറ്റു 7 ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. 1 7 7 27 14 147. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ് 147 ഇൻറ്റു 7 7 49 4 7 4 28 78 4 32 3 1 7 7 3 10 29 ഉണ്ടോ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 10 29. മക്കളെ, നമ്മുടെ പല വിദ്യാർത്ഥികൾക്കും മൾട്ടിപ്ലൈ ചെയ്യാനും സ്ക്വയർ കണ്ടുപിടിക്കാനും ക്യൂബ് കണ്ടുപിടിക്കാനും ഒക്കെ വളരെ പാടുപെടുന്നതായിട്ട് ഞാൻ കണ്ടു. എനിക്ക് അവരോട് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മാത്സ്, റീസണിങ് പോലെയുള്ള സബ്ജക്ട്സ് ധാരാളം ചെയ്ത് പഠിക്കണം. നോക്കി പഠിക്കരുത്, ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എക്സാം നേടിയെടുക്കാൻ സാധിക്കും. അക്കാഡമി ഞാനിവിടെ ഓഫ്ലൈനിൽ ഏറ്റവും കൂടുതൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. മാക്സിമം ബിഗിനേഴ്സ് മെറ്റീരിയലുകൾ ചെയ്ത് സ്പീഡ് ഇൻക്രീസ് ചെയ്യണം എന്നാണ് ഇവിടെയുള്ള കുട്ടികളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ കാര്യം തന്നെ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യുന്നു. ഓൺലൈനിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത് വരുന്നവരെ പിടിച്ചിരുത്തി ചെയ്യിപ്പിക്കുക. ഇപ്പം നിങ്ങൾ എല്ലാവരെയും ഒന്നും ഞാൻ കാണുന്നില്ല, വെർച്വലി ആണ് പലരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സ്നേഹത്തോടെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. കൂടാതെ ക്വസ്റ്റ്യൻസ് കണ്ടുള്ള സ്പീഡ് നമുക്ക് വരണം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നത്. 10 ക്വസ്റ്റ്യനും 3 ഷിഫ്റ്റുകളിൽ നിന്ന് ചോദിച്ചതാണ്. അപ്പോൾ 3 ഷിഫ്റ്റുകളിൽ എന്ന് പറയുമ്പോൾ ആവറേജ് 3 ക്വസ്റ്റ്യൻസ് ഒരു ഷിഫ്റ്റിൽ നിന്ന് ചോദിക്കുന്നുണ്ടെന്ന് അർത്ഥം. 3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാർക്ക്? ഇൻറ്റു 2 6 മാർക്ക്. 6 മാർക്ക് നമുക്ക് കിട്ടും. മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആ റീസണിങ്ങിലുള്ള. അതിൽ 3 മുതൽ 4 ക്വസ്റ്റ്യൻ വരെ ഏതാണ്? സീരീസ് ആണ്. സോ വളരെ പ്രാധാന്യമുള്ള ടോപ്പിക്കാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. എല്ലാവരും ആത്മാർത്ഥതയോടെ പഠിക്കുമെന്ന് വിചാരിക്കുന്നു. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അക്കാഡമിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. ഓൺലൈൻ ക്ലാസ്സുകളോ ഓഫ്ലൈൻ ക്ലാസ്സുകളോ ആവശ്യമുണ്ടെങ്കിൽ അക്കാഡമിയുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങിയതുകൊണ്ട് ഞാൻ പറയുന്നു, ആരും മടിച്ചു നിൽക്കരുത്. ഇപ്രാവശ്യം എക്സാം വേണം, അടുത്ത പ്രാവശ്യം ജോലിക്ക് കയറണം എന്ന് ചിന്തിക്കുന്നവരാരും കാത്തു നിൽക്കാൻ പാടില്ല. അക്കാഡമിയുടെ ഒപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ നമ്മളെ ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.